എന്തിനാണ് ഒരാളിൻ്റെ മുഖത്ത് ഇങ്ങനെ കരുതയ്ക്കാൻ ശ്രമിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഒരു പ്രയോജനം? ഇങ്ങനെ ഒരു വാർത്ത ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏതായാലും അറിഞ്ഞോ അറിയാതെയോ കോർട്ടിക്ക് പരാതി എഴുതി കൊടുത്തവൻ തുമ്പ പോലീസ് സ്റ്റേഷനിൽ വെച്ച് 2024 പറയുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ തുമ്പ പോലീസ് സ്റ്റേഷൻ ഒന്ന് വിളിക്കാം. ഇങ്ങനെ 2024 കടകംപള്ളി സുരേന്ദ്രൻ MLA ആ പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും ആവശ്യത്തിനായിട്ട് വന്ന് കയറിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഈ സ്ത്രീയെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് അവിടെ അറിയാൻ വഴിയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവർ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ പെട്ടപ്പോൾ പോലീസിൽ ധാരാളം ആളുകൾ പരാതി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവരറിയാൻ സാധിക്കുന്നതാണ്. അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കടകംപള്ളിയുടെ മുഖത്ത് കരുതാക്കിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ മതിയായിരുന്നു. നിങ്ങൾ ഇന്നലെ ഇങ്ങനൊരു വാർത്ത കിട്ടിയ സമയം മുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? നിങ്ങളതിനെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് വിശേഷമാണുള്ളത്? എനിക്ക് ഈ സ്ത്രീയെ അതിൽ ഞാൻ ഏതാണ്ട് കുറച്ച് സമയം ഈ പരാതി യഥാർത്ഥത്തിൽ അയാളുടെ തന്നെ വക്കീല് സീനിയറായിട്ടുള്ള ഒരാളിനെ സമീപിച്ച് ഈ പരാതിയാണ് കൊടുത്തത്, ആ പരാതിയുടെ ഒരു കോപ്പി എനിക്കൊന്ന് ലഭ്യമാക്കാമോ എന്ന് ചോദിച്ച് അങ്ങനെ ആ പരാതി കിട്ടിയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ എൻ്റെ ജീവൻ വീണത്. എന്താ വെച്ചാൽ ഇത് ആരാണ്? ഏത് സ്ത്രീയാണിത്? നമുക്ക് പരിചയമില്ലാത്തതായിട്ടുള്ളൊരു പേര്. എനിക്കാകെ പ്രതിഭ പരിചയമുള്ളത് പ്രതിഭ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. അല്ലാതെ വേറൊരു പ്രതിഭ എനിക്കറിയില്ല. പക്ഷേ പരാതിക്കകത്ത് വായിച്ചു നോക്കിയപ്പോൾ ഒരു സ്കൂൾ നടത്തുന്ന ആറ്റുകുഴിയിലൊരു സ്കൂൾ നടത്തുന്ന വനിതയാണെന്നും അവരുടെ വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോറ്റി മേടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമുക്കറിയാവുന്ന വിഷയമേ അല്ല, എനിക്കറിയാവുന്ന കാര്യമേ അല്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്കൂൾ നടത്തുന്ന ആൾക്ക് അങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലരെങ്കിലും എന്നെ സമീപിച്ചിട്ടുണ്ട്, പോലീസ് സ്റ്റേഷൻ വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ അവരോട് പറഞ്ഞ് ഈ പൈസ തിരിച്ച് കിട്ടുന്നതിന് വേണ്ടി. സാധാരണഗതിയിൽ ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണ്. അവർക്ക് അറിയാതെ ചെന്ന് പെട്ടുപോയാൽ ആരുടെയെല്ലാം സഹായം തേടി ആ പൈസ തിരിച്ച് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതെല്ലാം അങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മന്ത്രിയാണ്, എനിക്ക് അത്തരം പ്രശ്നത്തിൽ ഇടപെടാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. നിങ്ങൾ പോയി ആ പ്രദേശത്ത് ഞങ്ങളുടെ രാജൻ എന്ന് പറയുന്നൊരു നേതാവുണ്ട്, അദ്ദേഹം കൗൺസിലറായിരുന്നു, നല്ല സ്വാധീനമുള്ള ഒരാളാണ്, ഈ സ്കൂളുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളാണ്. ഈ സ്കൂളിൻ്റെ പേര് തന്നെ മോഹൻ മെമ്മോറിയൽ സ്കൂൾ എന്നാണ്. രാജനും മോഹനും തമ്മിൽ അടുത്ത കൂട്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ രാവിലെ ഇന്നലെയാണ് ഞാൻ രാജനോട് ചോദിച്ചപ്പോൾ രാജൻ ആ കാര്യങ്ങൾ പറഞ്ഞത്. രണ്ടുപേരും കൂടെ രാവിലെ നടക്കാൻ പോകുമ്പോഴത്തേക്ക് കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് വെച്ച് നെഞ്ചുവേദന വന്ന് അയാളുടെ കൂട്ടുകാരനായിട്ടുള്ള മോഹൻ മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ മോഹൻ്റെ പേരിലാണ് ഈ സ്കൂൾ ആരംഭിച്ചതെന്നും രാജൻ ധാരാളമായിട്ട് ആ സ്കൂളിനെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ രാജൻ പറയുന്നുണ്ട്. പിന്നെ രാജൻ അറിയാതെ തന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് ഇടപെടലുകളിൽ അവർ പെട്ടുപോയെന്നും അങ്ങനെ ആ സ്കൂൾ പൂട്ടി പോകേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു. ആ വീട് തന്നെ വിറ്റു, പിന്നെ വേറെ ആൾക്ക് വിറ്റു, അങ്ങനെ വിറ്റപ്പോൾ അവിടെ വേറൊരു സ്നേഹിതൻ്റെ പേരിലാണ് ആ വീട് ഇരിക്കുന്നത്. ഇതൊക്കെ ഇന്നലെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. നിങ്ങളിങ്ങനെ ഒരു വാർത്ത ബ്രേക്ക് ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ നടത്തിയ പരിശ്രമമാണ്. അതാണ് ഇന്നലെ ചിലർ ഉടൻ തന്നെ ഒരു പ്രതികരണം തരേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പ്രതികരിക്കാനായിട്ട് എനിക്കറിയില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും വിജയം കരസ്ഥമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള ചിലരാണ് ഈ വ്യാജ പരാതിയുടെയും വ്യാജ വാർത്തകളുടെയും പിന്നിലുള്ളത്. ആളാരാണെന്നല്ല ഞാൻ പിന്നീട് നിശ്ചയമായിട്ട് പറയാം. നിങ്ങൾക്ക് ആളെ നല്ല ബോധ്യമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് തന്നെ ചോദിച്ചാൽ മതി. അല്ല, നിങ്ങൾ ആരെങ്കിലും തരുന്നൊരു പരാതി ഞാൻ ചോദിക്കട്ടെ? ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അയാൾ കൊടുത്തത് പിന്നെ പോലീസ് ചീഫിനല്ലേ കൊടുത്തത്? അതെ. ആ പരാതി എടുത്ത് അങ്ങനെ വിളമ്പലാണോ വേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, നിങ്ങളുടെ മുന്നിൽ ആ പരാതിയിൽ ഒരു വരിയുണ്ട്. എന്താ? പോലീസ് സ്റ്റേഷനിൽ വെച്ച്, തുമ്പ പോലീസ് സ്റ്റേഷനിൽ വെച്ച് MLA സാന്നിധ്യത്തിൽ സാമ്പത്തിക ഇടപാടുകാരുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് മിനിമം ആ പോലീസ് സ്റ്റേഷൻ ഒന്ന് വിളിച്ച് ചോദിക്കാമല്ലോ സ്നേഹിത, ചോദിക്കാമല്ലോ. വിളിച്ചിരുന്നപ്പോൾ അവർ പറഞ്ഞോ ഞാൻ അവിടെ ചെന്നിരുന്നു എന്ന്? ആ കാലത്തുണ്ടായിരുന്നവരല്ലെന്നല്ല, അവിടെ ഏത് കാലത്തുണ്ടായിരുന്നവരാണെങ്കിലും അവർക്ക് 5 മിനിറ്റ് കൊണ്ട് അവിടെ വരുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു MLA വരികയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ കാലത്തുണ്ടായിരുന്നവർ എല്ലാവരും വേണമെന്നില്ല, കുറച്ച് പേരെങ്കിലും ഉണ്ട്. ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞല്ലോ അങ്ങനെ ഒരു സംഭവമേ നടന്നില്ല എന്ന്. നിങ്ങൾക്കും അറിയാം സംഭവം നടന്നില്ല എന്ന്. നിങ്ങൾ എൻ്റെ മുഖത്ത് കരിവാരി തേക്കാൻ വേണ്ടി ബോധപൂർവ്വം നടത്തിയ ശ്രമം. കുഴപ്പമില്ല, നിങ്ങൾ നടത്തിക്കോ, ഇനിയും പരാതികൾ പലരും തരും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ പരാതികൾ തരും. ആ പരാതികളെല്ലാം നിങ്ങൾ എൻ്റെ മുഖത്ത് കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഉപയോഗിച്ചോ.
ഞാൻ ജനങ്ങളുടെ മനസ്സിലാണ് സ്നേഹിത, നിങ്ങളത് മനസ്സിലായിക്കോ. ഈ കഴക്കൂട്ടം മണ്ഡലത്തിലെ എല്ലാ വീടുകളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഞാൻ അവിടെ മനസ്സിലാ. നിങ്ങൾ എത്ര കരിവാരി തേക്കാൻ ശ്രമിച്ചാലും ശരി, അതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്താ ഇതിന്ന് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ തന്നെ പറ. എനിക്ക് യാതൊരു ബന്ധവുമില്ലാത്തൊരു കാര്യം. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞാൻ ഈ ഒത്തുതീർപ്പുണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പിന്നിലെ ഗൂഢാലോചന എന്താണ്? SIT എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹം അതിനകത്ത് ഈ പോറ്റി ഇതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്. SITക്ക് എന്തോ ഒരു ഭാഗം പറയുന്നുണ്ട്. SIT എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതി നിയോഗിച്ചതായിട്ടുള്ള ഒരു സംവിധാനമാണല്ലോ. സംസ്ഥാന പോലീസ് ചീഫിനോ അല്ലെങ്കിൽ സംസ്ഥാന ആഭ്യന്തര മന്ത്രിക്കോ അവർ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അവർ ഞാനൊരു പരാതി കൊടുത്താൽ അല്ലെങ്കിൽ ഞാനൊരു ഗൂഢാലോചന നടത്തിയാൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല പ്രിയമുള്ളവരെ. എനിക്ക് ഇത്ര കാര്യമേ പറയാനുള്ളൂ. ഈ പരാതിയുടെ പിന്നിലുള്ള ആളെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്ത്. എനിക്കറിയാം. ഞാനിപ്പോൾ പറഞ്ഞാൽ അത് ഇപ്പം ശരിയാവില്ല. ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. 1-2 ആഴ്ചക്കകത്ത് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. എനിക്കറിയില്ല, എനിക്കതൊന്നും അറിയില്ല. ഈ പരാതി ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ഉണ്ടായ പരാതിയാണ്. ആ പരാതി കഴക്കൂട്ടത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പരാതിയാണ്. ഈ കഴക്കൂട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നു എന്ന് ഒരു തീർച്ചമൂർച്ച വന്നതിന് ശേഷം നടക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുടെ ഭാഗമായി വന്നിട്ടുള്ള പരാതിയാണ്. അത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ. കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹത്തിനെതിരെ പോറ്റി പരാതി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതി വന്നതിന് ശേഷം അദ്ദേഹം അസ്വസ്ഥനായി. മാത്രമല്ല അദ്ദേഹം ഈ പരാതി പോലീസിന് കിട്ടിയ സാഹചര്യത്തിൽ അതിൻ്റെ സത്യസ്ഥിതി അന്വേഷിക്കാതെ വാർത്ത കൊടുത്ത് അദ്ദേഹത്തെ കരിവാരി തേച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആരും തേടിയിട്ടില്ല എന്നുകൂടി അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെച്ചു. മാത്രമല്ല ഈ പരാതിക്ക് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈ ആരുടേതാണ് എന്നുള്ളത് അദ്ദേഹം 2 ആഴ്ചയ്ക്കുള്ളിൽ വെളിപ്പെടുത്തുമെന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.